ഞങ്ങൾ ആനക്കുളത്ത് ആനേനെ കാണാനായിട്ട് വന്നേക്കണേന്. കാട്ടാനേനെ. ഇതാണ് കാട്. നിങ്ങൾ കാണുന്നുണ്ടോ? ഞങ്ങളിപ്പോൾ ഇവിടെ ആനേനെ കാണാനായിട്ട് വെയിറ്റിംഗ് ആണ്. അവിടെ വന്ന് വെള്ളം കുടിക്കുമെന്നാണ് പറയണത്. കൃത്യമായിട്ട് എല്ലാ ദിവസവും എങ്ങനെയാണ് ആന ഇവിടെ വന്ന് വെള്ളം കുടിക്കുന്നത്? ദാഹിക്കുമ്പോൾ ആനക്ക് എങ്ങനെ അറിയും കറക്റ്റ് ഇവിടെ വെള്ളം ഉണ്ടെന്ന്? വിശക്കുമ്പോൾ അടുക്കളയിൽ പോയാൽ ഫുഡ് ഉണ്ടാവുന്നു. വിശക്കുമ്പോൾ അടുക്കളയിൽ പോയാൽ ഫുഡ് ഉണ്ടാവില്ല. ഞാൻ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ ഫുഡ് ഉണ്ടാവും. ഞങ്ങളപ്പോൾ ആനേനെ കാണാൻ വന്നതാണ്. കാട്ടാനേന. ആനക്കുളം. അരുവിയുടെ സൗണ്ട് കേട്ടിട്ട് ആന ഇവിടെ വന്ന് വെള്ളം കുടിക്കുമെന്നാണ് ടൂർ ഗൈഡ് പറയണത്. അപ്പോഴാണ് ഞങ്ങള് എന്തായാലും കുറയ്ക്കാം, കടിച്ചാൽ പൊട്ടാത്ത ചിന്തകളെ, എൻ്റെ കുറേ കടിച്ചാൽ പൊട്ടാത്ത ചിന്തകളെ അരുൺ തടയിരുത്താൻ വേണ്ടിയിട്ട് നുറുക്ക് മേടിച്ച് തന്നേക്കണേണ്. ഇത് തിന്നിട്ടിരിക്കുക, വാ തുറക്കരുതെന്നാണ് പറഞ്ഞേക്കണം. എന്നാലും കറക്റ്റ് എങ്ങനെയാണ് ഇവിടെ വെള്ളമുണ്ട്, ഇവിടെ വന്ന് വെള്ളം കുടിക്കുന്നു ആന എങ്ങനെ മനസ്സിലാക്കുക? ആടെ പൂർവീകരി പറഞ്ഞിട്ടുണ്ട് ഇവിടെ വെള്ളം ഉണ്ടെന്ന്. ആനക്കറിയാം. അതായത് ആനയുടെ അച്ഛനും അമ്മയും പറഞ്ഞു കൊടുത്തിട്ടാണ് ഇവിടെ വന്നിട്ട് വെള്ളം കുടിക്കണേന്നാണ് ഇയാൾ പറയണത്. അത്രക്ക് ഭയഭക്തി ബഹുമാനമുള്ള ആനകളാണ്. ഇവിടുത്തെ വെള്ളത്തിന് പ്രത്യേകതയുണ്ട്. നീ പറ. ഇവിടുത്തെ വെള്ളത്തിന് ഈ അരുവിയിൽ വെള്ളം ഒഴുകുമ്പോൾ താഴെ ഇങ്ങനെ കൊമള വന്നുകൊണ്ടിരിക്കും. ആ കൊമള വരുന്നത് ആനകൾക്ക് പ്രത്യേക രസമുണ്ട്. പിന്നെ ഒരു ചെറിയ മതിരിപ്പുള്ള വെള്ളം എന്നാണ് ഇവിടെ പറയണത്. ആർക്കറിയാൻ, കുടിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. ഇതുവരെ കുടിച്ചു നോക്കിയിട്ടില്ല. എന്തായാലും നുറുക്കുകൊള്ളാം. മതിരിപ്പ് മിക്കവാറും അവിടെയുള്ള ഷുഗറുള്ള ആരെങ്കിലും മൂത്രം ഒഴിച്ചിട്ടുണ്ടാവും. ആ വെള്ളത്തിക്കും വന്നത്. അതുകൊണ്ടായിരിക്കും വെള്ളത്തിന് മധുരം. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ വിരാമം വിട്ടുകൊണ്ട് കാട്ടാന വന്നു. വന്നിട്ട് കാണാൻ പറ്റല്ല ഗൈസ്. കണ്ടോ? കാണാൻ പറ്റില്ല. ഓരോന്നോരോന്ന് വന്നിട്ടുണ്ട്. കണ്ടോ? നമുക്ക് അവിടെ പോകാൻ പറ്റുമോ? ഇല്ല, ഇവിടുത്തെ പോകാൻ പറ്റില്ല. ആ കണ്ട സാധനം വന്നിട്ടുണ്ട്. ചൂഞ്ചലായിട്ട് ഈ സൈഡിൽ നിന്ന് അവരുടെ ടീമിൻ്റെ അവിടെ നിന്ന് ചെറുതാണല്ലേ? അമ്മയാന്ന് തോന്നുന്നു. കൊമ്പൊക്കെ ചെറുതാണ്.